എല്ലാവരും കൂടെ ആ ഭാഗത്ത് മീനുണ്ടോ നോക്ക്, ഞാൻ ഈ ഭാഗത്ത് മീനുണ്ടോ നോക്കാം. നമ്മൾ എന്തായാലും ഈ പാടത്ത് വന്നപ്പോഴത്തേക്ക് ഈ ഡ്രസ്സ് ഒന്നും ഇടണ്ടായിരുന്നല്ലേ. ശരിയാ, നല്ല ഡ്രസ്സ് ഇട്ടോണ്ടാ നമ്മൾ പാടത്ത് കളിക്കാൻ വന്നേ. ഇത് മൊത്തം ഇനി ചെളിയാകും. ഇപ്പൊ തന്നെ കുട്ടുന്റെ ഡ്രസ്സിനെല്ലാം അഴുക്കായെന്ന് തോന്നുന്നു. അയ്യോ, നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ. ആ ശരിയാ, നല്ല മഴ വരുന്നു. വലിയ മഴ പെയ്യാൻ തോന്നില്ലടാ, നമുക്ക് കുറച്ചുകൂടെ മീൻ പിടിച്ചിട്ട് പോയാൽ മതി. ഉടനെ തന്നെ മഴ പെയ്യുന്ന മട്ടുണ്ട്. ഇവിടെ മരം എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ മരച്ചോട്ടി കയറി ഇരിക്കാറ് നമുക്ക്. അയ്യോ, ഈ പാടത്ത് നമ്മൾ എങ്ങനെ നിന്ന് മഴ നനയും? വീട്ടിലിറങ്ങി അമ്മ നമ്മളെ കൊല്ലും കേട്ടോ, ഈ മഴ നനഞ്ഞ് പനി പിടിപ്പിച്ചു കഴിഞ്ഞാൽ. ശരി അടിക്കിങ്ങനെ, നമുക്കങ്ങ് വീട്ടിലോട്ട് പോകാം. പോകുന്ന വഴിക്ക് മഴ പെയ്താലും കുഴപ്പമില്ല, ഈ പാടത്ത് നിന്നാൽ എങ്ങനെയാ? എന്നാ വേഗം നടക്കാം. അയ്യോ, എന്റെ കയ്യിലാണെങ്കിൽ എന്തോ പൊത്തോന്ന് വന്ന് വീണല്ലോ. ചിലപ്പോ മഴത്തുള്ളി ആയിരിക്കും. ഓടി പെണ്ണെ, മഴത്തുള്ളി ഇത്രയും കട്ടിക്ക് വന്ന് വീഴുവോ? ഓ, എന്റെ കയ്യെ വീണ്, ഞാൻ എന്റെ കയ്യൊക്കെ പോയി. എന്തോ പറഞ്ഞത്? ആലിപ്പഴോ? നിന്നെ ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്? ആലിപ്പഴോ ഐസോട്ടൊക്കെ? അവനാണെങ്കിൽ നേരത്തെ അംഗൻവാടി പോലും പോകത്തില്ല, പിന്നെ ഇതിനെ കുറിച്ചൊക്കെ അറിയാലോ. ആരാക്കി പഠിപ്പിച്ചത്? നിങ്ങൾ അച്ഛനാണോ? മിക്കവാറും ഞങ്ങളുടെ അമ്മമ്മയായിരിക്കും. മഴ വീണതിന് മുമ്പ് വീഴുന്ന ഐസോട്ടല്ല അമ്മമ്മ എന്നെ പഠിപ്പിച്ചത്. ആണോടി അമ്മണി, നിന്റെ കൈ വീണത് ഐസോട്ടയാണോ? മിക്കവാറും ഐസോട്ട ആകാനാ ചാൻസ്, അല്ലെങ്കിൽ ഇത്രയും കട്ടി വരത്തില്ലല്ലോ. എന്തായാലും ഇവിടെ നിന്ന് സമയം കാണണ്ട, വേഗം വാ. ഇതുവരെ മഴ പെയ്തില്ലല്ലോടി, കുറെ നേരമല്ലേ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ഭാഗ്യം. എന്താണ് മഴ പെയ്യുന്നത്? നമ്മൾ നനഞ്ഞു കുഴയാനോ? എവിടെ? നിന്റെ കയ്യിലും വീണോ? എടി, ഇത് ആലിപ്പഴം തന്നെ അടിക്കല്ലേ, പിന്നെ എന്താ ഇത്ര കട്ടിക്ക് വീഴുന്ന കയ്യില്? ഇതെന്താണ് ഒരു സ്വർണ്ണം കിടക്കുന്നത്? ഇത് ആരുടെ കയ്യിൽ നിന്ന് പോയതാ? അമ്മണി, നിന്റെ കയ്യിൽ നിന്ന് പോയതാണോടി? ഇല്ല, എന്റെ കയ്യിൽ നിന്ന് പോയില്ല. എവിടെ കിടക്കുന്നു സ്വർണ്ണം? അയ്യോ, ഇതെന്താ ബ്രേസ്ലെറ്റ് ആണ് കിടക്കുന്നത്? ഹായ്, ഞാൻ എടുക്കാൻ പോവാ. എനിക്ക് ഇഷ്ടത്തിൽ ഞങ്ങൾക്ക് കാര്യം, നിനക്ക് ഇഷ്ടംപോലെ പണമൊക്കെ ഉള്ളതല്ലയോ? പണം ഉണ്ടെന്നോ? അതിനിപ്പോ എന്താ? ശരിയാടി അമ്മണി, എനിക്കാണെങ്കിൽ 2 നില വീടാണെങ്കിൽ 2 എണ്ണം അല്ലേ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഒരെണ്ണമാണെങ്കിൽ പാല് വെച്ച് കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്തോ ഞങ്ങൾക്കാണെങ്കിൽ 1 വീടല്ലേ ഉള്ളൂ. അതിനെന്താ, നിങ്ങളെ 2 നില വീടല്ലേ? പിന്നെന്താ? പിന്നെ 2 വീടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രേസ്ലെറ്റ് എടുത്തപ്പോൾ എന്തോ കുഴപ്പം? ഇതാണെങ്കിൽ എനിക്ക് കൈയിട്ടോണ്ട് കിടക്കാൻ കൊള്ളാം. അയ്യോ, എന്റെ പുറത്ത് കണ്ട് വന്നു വീണ്. അയ്യോ, ഇവിടെ ഒരു ബ്രേസ്ലെറ്റ് കിടക്കുന്നത്. അയ്യോ, അത് കുറച്ചുകൂടെ വലുതാന്ന് തോന്നുന്നു. എനിക്കിതാ. അയ്യോ, നിനക്കിപ്പോ തരാം. ഹായ്, നല്ല ബ്രേസ്ലെറ്റ്. എനിക്കിത് കളിക്കാനൊന്നുമല്ല, വീട്ടിൽ കൊണ്ടുപോകണം. എനിക്കാണെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ. പിന്നെ ഈ സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഇട്ടല്ലേ നീ കളിക്കേണ്ടത്. എനിക്ക് ഇങ്ങനെ എനിക്ക് താടി. അമ്പടെ പൊളിച്ചും നിനക്ക് ഇപ്പൊ തരാം. ഓ, എന്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ വലുതാണല്ലോ നിനക്ക് കിട്ടിയത്. അതെ, ആദ്യം ചോദിച്ചപ്പോ നീ തരണമായിരുന്നു, അതുകൊണ്ടാ. നീ ആദ്യം എനിക്ക് അത് തന്നാണെങ്കിൽ നിനക്ക് ഇപ്പൊ വലുത് ഞാൻ തിരിച്ചു തരത്തില്ലായിരുന്നു. ഓ, എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. എടാ, വഴക്ക് വേണ്ട, നിനക്ക് അമ്മയോട് പറഞ്ഞ് വേറെ വാങ്ങിപ്പിച്ചു തരാം. അപ്പൊ നിനക്ക് കിട്ടിയോ ആലിപ്പഴം പ്രയോഗം? ഇനി കുറെ നേരം കൊണ്ടായിരിക്കും നമ്മുടെ ദേഹത്ത് ആലിപ്പഴം വീണ് പറഞ്ഞ് നമ്മൾ പറയുന്നത്. പക്ഷെ ആലിപ്പഴം ഒക്കെ കാണാനില്ലല്ലോ വീഴുന്നൊന്നും. എന്തായാലും ഇപ്പൊ നിന്റെ തലയിൽ എന്തായാലും ആലിപ്പഴം വീണ, നീ അത് തപ്പി എടുക്കടാ. ശരി, നീ എന്നിട്ട് അതിട്ട് കളിക്ക്. എനിക്കാണെങ്കിൽ 2 അബദ്ധമാണ് പറ്റിയത്. നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ ചോദിച്ചിട്ടും കൊടുത്തില്ല, ഇപ്പൊ ആണെങ്കിൽ പുട്ട് വാങ്ങി വെച്ചിട്ടും കൊടുത്തില്ല. എന്നാ പിന്നെ ഞാൻ വലുത് ഏതെങ്കിലും കിട്ടിയാനേ. എനിക്ക് ഏറ്റവും ചെറുതായിപ്പോയല്ലോ. എടി, എന്നാ ഇത് എവിടെ നീ വീഴുന്നത്? നമുക്ക് 3 പേർക്കും കിട്ടിയല്ലോ. നമുക്ക് ആർക്കെങ്കിലും, നമ്മളൊക്കെ ആരെങ്കിലും ചിലപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ്.